ഹലോ, 2026 ജെഇ മെയിൻ ക്രാക്ക് ചെയ്തുകൊണ്ട് NITs, IIITസിലേക്കൊക്കെ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ ഒന്ന് മിററിൽ നോക്കേണ്ട സമയമായിട്ടുണ്ട്. കാരണം നിങ്ങളുടെ മുന്നിൽ ഇനി 3 മാസമേ ഉള്ളൂ അല്ലേ? അപ്രോക്സിമേറ്റ്ലി 90 ദിവസമാണെന്ന് നമുക്ക് പറയാം. വളരെ ക്രൂഷ്യലായിട്ടുള്ള പീരീഡാണ്. നിങ്ങൾ ഇതുവരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, മേ ബി ഒരുപാട് ചെയ്തിട്ടുണ്ടാവില്ല, ഒരുപാട് സമയം വേസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം, നന്നായിട്ട് പഠിച്ച ആളുകളുണ്ടാകും. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു 3 മാസത്തെ ഒരു ഫൈനൽ പുഷ്, അതായത് ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ പോലെ കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ടുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നല്ല റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന മോക്ക് ടെസ്റ്റിൽ നിങ്ങളുടെ മാർക്ക് അത് വെച്ച് നമുക്ക് മേ ബി ഒരു പെർസെൻറ്റേജിൽ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ ഒരുപാട് മുകളിലേക്ക് ഉയരാൻ സാധിക്കും. ഏറ്റവും ചുരുങ്ങിയത് ഒരു 20-30 അല്ലെങ്കിൽ ഒരു 40 മാർക്കെങ്കിലും നമുക്ക് ഫൈനൽ എക്സാമിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു ലെവലിൽ നിന്ന് ആഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, മുകളിലേക്ക് ഉയരാൻ പറ്റും എന്നുള്ളതാണ്. സോ ലാസ്റ്റ് 3 മാസം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, സ്ട്രാറ്റജി എന്തൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഓൾറെഡി നല്ല രൂപത്തിൽ പോകുന്നവരുണ്ടാകും, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല പ്ലാനോട് കൂടി പോകുന്ന ആളുകളുണ്ടാകും, നല്ല റിസൾട്ടും അവർ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാകും. നിങ്ങൾ ഒരുപാട് മാറ്റങ്ങളൊന്നും വരുത്തേണ്ട, അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. മാക്സിമം PYQസിലാണ് നമ്മൾ ലാസ്റ്റ് 3 മാസം എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങളിതൊരു റിയാലിറ്റി ചെക്കാണിത്. 90 ദിവസമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അതിൽ ഓരോ ദിവസവും നിങ്ങളൊരു 10 to 12 hours എങ്കിലും ജെഇക്ക് വേണ്ടി മാറ്റി വെക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ചോദിക്കുക, സ്കൂളിൽ പോകുന്ന ആൾക്കാർ എന്ത് ചെയ്യും? സ്കൂളിൽ പോകുന്ന ആൾക്കാർക്ക് ഇതിൽ മേ ബി ഒരു 5, 6, 7 മണിക്കൂർ നഷ്ടപ്പെടും. എന്നാലും നിങ്ങളുടെ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യാം. ഇപ്പോൾ സ്കൂളിൽ പോകാൻ വേണ്ടി നിങ്ങൾക്ക് രാവിലെ 8 മണി മുതൽ ഒരു 5 മണി വരെയാണ് സമയം വേസ്റ്റ് ആവുന്നുണ്ടെങ്കിൽ, വേസ്റ്റ് ആവില്ല, സമയം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 5 മണി കഴിഞ്ഞിട്ട് രാത്രി ഒരു 11 മണി വരെയെങ്കിലും ഒരു 6 hours നമുക്ക് ഇതിന് വേണ്ടി കണ്ടെത്താൻ പറ്റണം. രാവിലെയും പറ്റുന്നുണ്ടെങ്കിൽ ഒരു 1-1.5 മണിക്കൂർ എന്ത് ചെയ്യാൻ പറ്റണം, മാറ്റി വെക്കാൻ വേണ്ടി കഴിയണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ട്രൈ ചെയ്താൽ ഒരു 900 to 1200 സ്റ്റഡി ഹവേഴ്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു പ്ലാൻ ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആവുന്നത് മേ ബി റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനാവാം. കാരണം അവർക്കാണ് ഈ ടൈം മുഴുവനായിട്ട് അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കുക. ബാക്കിയുള്ള സ്കൂൾ +2 ഗോയിങ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഞാൻ അഗെയിൻ മറ്റൊരു വീഡിയോ ആയിട്ട് ഒന്നും കൂടെ പറയുന്നതാണ്. അപ്പോൾ ഇത്രയും സമയം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം. ഇനി +2 സ്കൂളിൽ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ പരമാവധി ലീവുകൾ എടുക്കാം. ഡിസംബറിലും ജാനുവരിയിലും നവംബറിലൊക്കെ മാക്സിമം എന്ത് ചെയ്യുക, ലീവുകൾ എടുക്കുക. ജെഇ എഴുതാനുണ്ടെന്നുള്ളത് ടീച്ചേഴ്സിനോട് നല്ല രൂപത്തിൽ പറഞ്ഞ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഫേസ് 0 ആയിട്ട് ദ ഇൻ്റലിജൻറ്റ് സ്റ്റാർട്ട്, അവസാനത്തെ 90 ദിവസം നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യണം. 1 മുതൽ ഫസ്റ്റത്തെ ഒരു 1 to 3 ഡേയ്സിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരുപാട് എക്സാംസ് ഒക്കെ എഴുതാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മോക്ക് ടെസ്റ്റ് മുഴുവനായിട്ട് എഴുതണം. ടേക്ക് എ ഫുൾ ജെഇ മെയിൻ PYQ 2024 or 25 ഷിഫ്റ്റ്. അതായത് കഴിഞ്ഞ 2 വർഷങ്ങളിലെ ഏതെങ്കിലും ഒരു ആക്ച്വൽ ജെഇ മെയിൻ പേപ്പർ എടുത്തിട്ട് ഒരു 3 മണിക്കൂർ കൊണ്ട് ട്രൈ ചെയ്യാം. ഓക്കെ, ഫുള്ളായിട്ട് അങ്ങ് സോൾവ് ചെയ്യാം. നിങ്ങൾ പഠിച്ചോ പഠിച്ചില്ലേ എന്നുള്ളതൊന്നും പ്രശ്നമല്ല. ഒരു റിയൽ പേപ്പർ കഴിഞ്ഞ 2 വർഷത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളൊരു 3 മണിക്കൂർ ടൈമൊക്കെ വെച്ചിട്ട് നിങ്ങളൊരു എക്സാം എഴുതുക. എന്നിട്ട് അത് അനലൈസ് ചെയ്യുക. ഐഡൻറ്റിഫൈ യുവർ കറൻറ്റ് പെർഫോമൻസ്. ഓൾറെഡി ഒരു നല്ലൊരു കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് അറിയാം, ഒരു 3 hour ജെഇ മെയിൻ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് എവിടെയാണ് വരുന്നത്. 200+ ആണോ, 150+ ആണോ, 100+ ആണോ, അല്ലെങ്കിൽ <100 ആണോ, ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇല്ലാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് ഇത് ചെയ്യാം. എന്നിട്ട് 25 to end ലിസ്റ്റ് 25 to 30 ചാപ്റ്റേഴ്സ് ദാറ്റ് ആർ യുവർ വീക്കസ്റ്റ് ലിങ്ക് ഓർ ഇൻകംപ്ലീറ്റ് പോർഷൻസ്. ദിസ് ഫോംസ് യുവർ പ്രയോറിറ്റി. അപ്പോൾ ഇതിൽ നിങ്ങൾ ഏറ്റവും വീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത ഒരു 30ഓളം ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ, ടോട്ടൽ മേ ബി ഒരു 80 ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ആ 80 ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് അറിയാത്ത ഒരു 30 ചാപ്റ്റർ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, നിങ്ങൾ ലിസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം. നിങ്ങൾ ഏത് ലെവലിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 210 മാർക്കിന് മുകളിൽ സ്കോർ ചെയ്യാൻ ശ്രമിക്കണം ഫോർ 99%. അപ്പോൾ ഇൻ റിയൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 210 എല്ലാ ഷിഫ്റ്റിലും 210 മാർക്ക് വേണ്ട. ചില ഷിഫ്റ്റിലൊക്കെ 180 മതി, ചിലതിൽ 170 മതി, 160 മതി. അപ്പോൾ എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ച് 99% ക്രോസ് ചെയ്യാനുള്ള മാർക്ക് വേരി ചെയ്യും, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ ഏറ്റവും ഈസി എക്സാമിലാണ് സപ്പോസ് നമ്മൾ പോയി ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു 200 മുകളിലോ 210 മാർക്കൊക്കെ എന്ത് വേണ്ടി വരും. ബൈ ഫോക്കസിങ് ഓൺ 85% ഓഫ് ദ സിലബസ് കവറേജ് വിത്ത് 75% ആക്യുറസി ഇൻ അറ്റംപ്റ്റഡ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഒരു 80-85% എങ്കിലും സിലബസ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം ടു ഗെറ്റ് 99%. വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. അതിൽ തന്നെ നിങ്ങളുടെ ആക്യുറസി ഒരു 75% ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്കോറിലേക്ക്, ഈ ഒരു പെർസെൻറ്റേജിലേക്ക് എത്താൻ കഴിയുള്ളൂ. സിലബസ് കംപ്ലീഷൻ എന്ന് പറയുന്നത് നമുക്കൊരു മിഡ് ഒക്ടോബർ മുതൽ ഒരു മിഡ് ഡിസംബർ വരെ. ഇതുവരെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാത്ത ആളുകൾക്ക് ഈ പറയുന്ന ഒക്ടോബറിലെ മിഡ് മുതൽ ഡിസംബർ മിഡ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 60 ദിവസത്തിൽ സിലബസ് കംപ്ലീഷന് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കാം. ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുള്ള ആളുകൾ, ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു പാർട്ട് മാറ്റി നിർത്തിയിട്ട് ഫുൾ ഓൺ എന്ത് ചെയ്യാം, എക്സാമിനേഷൻ പ്രിപ്പറേഷനിലേക്ക് പോകാൻ പറ്റും. ദ ഗോൾ ഇസ് ടു ഫിനിഷ് ദ റിമൈനിങ് സിലബസ് വൈൽ ഇൻറ്റഗ്രേറ്റിംഗ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ഷോർട്ട് ടോപ്പിക് ടെസ്റ്റ്. ചെറിയ എക്സാമുകൾ എഴുതി മാക്സിമം PYQs പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ കവർ ചെയ്ത് പോകുക എന്നുള്ളതാണ്. ഒരു വീക്ക്ലി അപ്രോക്സിമേറ്റ് ഒരു സ്ട്രക്ചർ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങളുടെ ഷെഡ്യൂൾ അനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഒരു വീക്കിൽ 7 ദിവസത്തിൽ ആദ്യത്തെ ഒരു 5 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, സിലബസ് പെൻഡിങ് ഉള്ള ആളുകൾ, കംപ്ലീറ്റ് ചെയ്യാത്ത ആളുകൾ, മിസ്സായി പോയ ചാപ്റ്റേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു 5 ദിവസം സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്യുക, സ്പെൻഡ് ചെയ്യുക. അതിൽ 5 ന്യൂ ചാപ്റ്റേഴ്സ്, ഇപ്പോൾ മാത്സിൽ 2 എണ്ണം, ഫിസിക്സിൽ 2 എണ്ണം, അതുപോലെ തന്നെ മേ ബി ഒരു ഓർഗാനിക് ചാപ്റ്റർ എടുത്ത് കവർ ചെയ്യുക. അങ്ങനെ റിമൈനിങ് സിലബസ്
ഓൾറെഡി പഠിച്ച ചാപ്റ്ററിൽ തന്നെ ഇനി ഏതെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുക. 6ാമത്തെ ദിവസം ആഴ്ചയിൽ ഒരു പ്രോപ്പർ മോക്ക് ടെസ്റ്റ് നിങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കണം. അത് ഫുൾ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫുൾ സിലബസ് തന്നെ എടുക്കുക. ഫുൾ സിലബസിൻ്റെ എക്സാം എടുക്കുക. ഐഡൻറ്റിഫൈ എക്സാം റെഡിനെസ്. എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പം നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ, ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നല്ല സ്ട്രാറ്റജി വേണം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാംസ് എഴുതണം. 7ാമത്തെ ദിവസം നിങ്ങൾ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാൻ നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എക്സാമിൻ്റെ പെർഫോമൻസ് അനാലിസിസ് എങ്ങനെ ഉണ്ടായിരുന്നു, എന്തൊക്കെ മിസ്റ്റേക്കുകൾ വരുത്തി, ഡീറ്റെയിൽഡ് മോക്ക് ടെസ്റ്റ് അനാലിസിസ് നടത്തുക. റീഡൂയിങ് ഓൾ റോങ് ക്വസ്റ്റ്യൻസ്, തെറ്റിപ്പോയതും ചെയ്യാൻ പറ്റാത്തതൊക്കെ എന്ത് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമൈസ് ലേണിംഗ് ഫ്രം ദ ടെസ്റ്റ്. ആ ടെസ്റ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ലേണിങ്സ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതുപോലെ തന്നെ ഓൺ എ ഡെയിലി ബേസിസ്, ഞാൻ പറഞ്ഞല്ലോ 10-12 മണിക്കൂർ ഉണ്ടെങ്കിൽ ഒരു ദിവസം നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാം. അതിൽ ഫസ്റ്റ് ഒരു 3 മണിക്കൂർ നിങ്ങളുടെ ഏതെങ്കിലും ഒരു വീക്ക് സബ്ജക്റ്റ് എടുത്തിട്ട് നമ്മൾ കോൺസെപ്റ്റ് ബിൽഡർ എന്ന് വിളിക്കാം. അതിൽ പുതിയ ടോപ്പിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. അതായത് എല്ലാ 100% ഒരിക്കലും കംപ്ലീറ്റ് ആക്കാൻ കഴിയില്ല. നിങ്ങളെ കൊണ്ട് തീരെ കഴിയില്ല എന്ന് തോന്നുന്ന മേ ബി ഒരു 20% ടോപ്പിക്സ് നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു 15 to 20 കോർ പ്രോബ്ലംസും അതിൽ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയണം. കോൺസെപ്റ്റ് മാസ്റ്ററിയാണ് ഫസ്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 2ാമത്തേത് ഹൈ ഈൽഡ് പ്രാക്ടീസ്. അതിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയം ലെവലിൽ സ്ട്രോങ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു സബ്ജക്റ്റ് എടുക്കുക. ഏറ്റവും വീക്ക് ആയിട്ടുള്ളത് മേ ബി മാത്സ് ആവാം. ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്നത് നിങ്ങളുടെ ഫിസിക്സ് ആവാം. അതിൽ PYQ തന്നെ ഫോക്കസ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. 30 ക്വസ്റ്റ്യൻസ് എങ്കിലും ഓരോ ചാപ്റ്ററിൽ നിന്ന് കഴിഞ്ഞ ഒരു 5 വർഷത്തെ PYQs ചെയ്യാത്തത്, കവർ ചെയ്യാത്തത് എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഹൈ സ്പീഡ് പ്രോബ്ലം സോൾവിങ് എബിലിറ്റിയാണ് നമ്മൾ അതിൽ ഔട്ട്പുട്ടായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ സ്കോറിംഗ് സബ്ജക്റ്റ് ആയിട്ടുള്ള നമ്മുടെ കെമിസ്ട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും കെമിസ്ട്രിക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. NCERT വായിക്കേണ്ടവർക്ക് ഇനോർഗാനിക് ഓർ ഓർഗാനിക് അത് വായിക്കാം. മെക്കാനിസം ഫോർമുല ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാം. 40 റാപ്പിഡ് ഫയർ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. കെമിസ്ട്രിയിലെ പല ക്വസ്റ്റ്യൻസും ചിലപ്പോൾ ന്യൂമറിക്കൽ അല്ല, അറിയുന്നുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ പോവാം. ആ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ സ്പീഡ് നമ്മൾ എന്ത് ചെയ്യണം, സ്പീഡും ആക്യുറസിയും ഒക്കെ അതിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ആൻഡ് 4ാമത്തെ സ്ലോട്ട് ഒരൊറ്റ ദിവസത്തെ ഒരു അപ്രോക്സിമേറ്റ് ഷെഡ്യൂളാണിത്. ആൻഡ് ഫൈനൽ 3 hours നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബഫറായിട്ട് വെക്കുക. എറർ ലോഗ് മെയിൻ്റനൻസ് ഡെയിലി 30 minutes ഫോർ ഫോർമുല ഷീറ്റിന് വേണ്ടി ഫോർമുല റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയം ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയം ഉപയോഗിക്കാവുന്നതാണ്. 0 പെൻഡിങ് ഡൗട്ട് ഓൺ മിസ്റ്റേക്സ് ഫ്രം ദ ഡേ. അപ്പോൾ ഈ ദിവസത്തെ ആദ്യത്തെ ഈ ഒരു 9 മണിക്കൂറിൽ ചെയ്ത കാര്യങ്ങളെല്ലാം ഒന്ന് റാപ്പപ്പ് ചെയ്യാനും ഫോർമുലകളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാനും പിന്നെ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള മിസ്റ്റേക്കുകളൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റത്തെ 2-3 hours നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഇനി സബ്ജക്റ്റുകളുടെ ഒരു പ്രയോറിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒക്ടോബർ നവംബറിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കെമിസ്ട്രി NCERT തന്നെ ഫോക്കസ് ചെയ്യാം. ഇനോർഗാനിക് D&F കോർഡിനേഷൻ കോമ്പൗണ്ട് പോലുള്ള ചാപ്റ്റേഴ്സ് ഫോക്കസ് ചെയ്യുക. ഓർഗാനിക്കിലാണെന്നുണ്ടെങ്കിൽ GOC, ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ഫിസിക്കൽ കെമിസ്ട്രിയിലാണെന്നുണ്ടെങ്കിൽ തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം പോലുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് ഫോക്കസ് ചെയ്യാം. ഫോക്കസ് ഓൺ മോഡേൺ ഫിസിക്സ്, കറണ്ട് ഇലക്ട്രിസിറ്റി, ഒപ്റ്റിക്സ്. കഴിഞ്ഞ വർഷത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്ന ഏരിയാസാണ് നമ്മുടെ മോഡേൺ ഫിസിക്സും ഒപ്റ്റിക്സ് ഒക്കെ. മെക്കാനിക്സ് എന്നൊക്കെ എല്ലാ തവണയും ഒരേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. HC വർമ്മയിലെ PYQs, HC വർമ്മയിലെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ PYQs നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലാതെ HC വർമ്മ മുഴുവൻ വായിക്കാനുള്ള സമയം ഇനിയില്ല. അതുപോലെ തന്നെ എനി റിമൈനിങ് ക്ലാസ് 11 ചാപ്റ്റേഴ്സ് യൂസിങ് എ പ്രോബ്ലം ഫസ്റ്റ് അപ്രോച്ച്. പണ്ട് പഠിച്ച ചാപ്റ്റേഴ്സൊക്കെ ഇനി വീണ്ടും ക്ലാസ്സസ് കാണാനോ തിയറി വായിക്കാനോ ഒരുപാട് സമയം ഫിസിക്സിലൊന്നും സ്പെൻഡ് ചെയ്യരുത്. ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, പഴയ കാര്യങ്ങൾ റിവൈസ് ചെയ്തെടുക്കാൻ ശ്രമിക്കാം. ഫോക്കസ് ഓൺ വെക്ടേഴ്സ് ആൻഡ് 3D. ആദ്യം പറയാനുള്ളത് മാത്സിൽ വെക്ടേഴ്സ് ആൻഡ് 3D എന്തായാലും 100% കവർ ചെയ്തിട്ടുണ്ടാവണം. മെട്രിക്സസ് ആൻഡ് ഡിറ്റർമിനൻസ് കവർ ചെയ്തിട്ടുണ്ടാവണം. കാൽക്കുലസ് ഓൾസോ. കാൽക്കുലസ് എല്ലാം കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വെയിറ്റേജ് വരും. ഇൻഡിവിജ്വലി ചിലപ്പോൾ ഓരോ ചാപ്റ്ററിൽ ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ ഓവറോൾ കാൽക്കുലസിന് നല്ല വെയിറ്റേജ് ഉണ്ട്. യൂസ് ഫോർമുല ഷീറ്റ് റിലീജിയസ്ലി. അതുപോലെ തന്നെ സിൻസ് മാത്ത് ഈസ് ദ മോസ്റ്റ് ടൈം കൺസ്യൂമിങ്, അലൊക്കേറ്റ് ഇനഫ് ടൈം. നിങ്ങൾ ആവശ്യത്തിന് സമയം മാത്തമാറ്റിക്സിന് കൊടുക്കുക പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ട്. ഇനി 2ാമത്തെ ഫേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു മിഡ് ഡിസംബർ മുതൽ മിഡ് ജനുവരി വരെ ലാസ്റ്റത്തെ 30 ദിവസം. അവസാനത്തെ 30 ദിവസം നമ്മൾ എന്താണ്, ഡെഡിക്കേറ്റഡ് ടു ഹൈ ഫ്രീക്വൻസി ടെസ്റ്റിംഗ് ആൻഡ് അൾട്രാ റാപ്പിഡ് റിവിഷൻ. ലാസ്റ്റ് 1 month എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം എഴുതി മാത്രമാണ്. അതായത് ഒരു ആഴ്ചയിൽ 2 പരീക്ഷ വെച്ച് എഴുതിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. നോ ന്യൂ കോൺസെപ്റ്റ് ഷുഡ് ബി സ്റ്റഡീഡ് ആഫ്റ്റർ ഡേ 60. ഡേ 60 കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യേണ്ട, അതായത് ലാസ്റ്റ് 30 ദിവസം നിങ്ങൾ ഒരു ന്യൂ ടോപ്പിക്കുകളും പഠിക്കാൻ പാടില്ല. മനസ്സിലായോ? വെറും എക്സാം എഴുത്ത് മാത്രമായിരിക്കണം ചെയ്യേണ്ടത്. മോക്ക് ടെസ്റ്റ് മാരത്തോൺ തന്നെ ആയിരിക്കണം തുടങ്ങേണ്ടത്. അപ്പോൾ അതിൽ പലർക്കും പല രൂപത്തിലാവാം. ആഴ്ചയിൽ 1-2 നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. സോ വീക്ക് 1, അതായത് ആദ്യത്തെ വീക്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച വേണമെന്നുണ്ടെങ്കിൽ 4 മോക്കൊക്കെ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അപ് ടു 4 മോക്ക് എക്സാമിനേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഫുൾ ലെങ്ത് ട്രൈ ചെയ്യാം. അതിൽ തന്നെ തെറ്റുകൾ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ മിസ്റ്റേക്കുകൾ കൃത്യമായിട്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കാം. സെക്കൻഡ് വീക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ 5 മോക്ക് ടെസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് എഴുതാം. അപ് ടു 5. ഇത് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ചാണ്, നിങ്ങളുടെ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് എത്രയും മോക്ക് ടെസ്റ്റ് എഴുതാൻ പറ്റുമോ അത്രയും നല്ലതാണ്. അതിൽ നിങ്ങൾ ഡിഫറെൻറ്റ് ടോപ്പിക്കുകൾ സെലക്ട് ചെയ്യുക. ഡിഫറെൻറ്റ് ടോപ്പിക്കുകൾ സെലക്ട് ചെയ്തുകൊണ്ട് മോക്ക് എഴുതാൻ ശ്രമിക്കുക. ആൻഡ് 3rd വീക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ 5 മോക്ക് ട്രൈ ചെയ്യുക. അനലൈസ് ഹാഫ് ഡേ പെർ മോക്ക് സൈക്കിൾ. അപ്പോൾ ഓരോ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞാലും
നിങ്ങൾ പിന്നെ റെസ്റ്റ് എടുക്കല്ല വേണ്ടത്. കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ എക്സാമിൻ്റെ റിസൾട്ടും നിങ്ങളുടെ പെർഫോമൻസും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക. അങ്ങനെ ഓരോ ചാപ്റ്ററിൻ്റെ ടെസ്റ്റുകൾ കഴിയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും നമ്മുടെ ഫോർമുല ഷീറ്റ് എടുത്ത് നോക്കേണ്ടി വരും. മിസ്സായ കാര്യങ്ങൾ വീണ്ടും നമ്മൾ റിവൈസ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ വന്നുകൊണ്ടേയിരിക്കും. സോ എവറി സബ്ജക്ട് റിവിഷൻ മസ്റ്റ് ഫോളോ സ്പെസിഫിക് സൈക്കിൾ. ടെസ്റ്റ് എഴുതുക, മിസ്റ്റേക്ക് അനലൈസ് ചെയ്യാം, ഫോക്കസ് ചെയ്ത് ആ ടോപ്പിക്ക് നമ്മൾ റിവൈസ് ചെയ്യുക, എന്നിട്ട് PYQs പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ എല്ലാം എക്സാമിലൂടെയാണ്. ഇതൊരു സൈക്കിൾ പോലെയാണ്. നെക്സ്റ്റ് ഡേ ദിവസം വീണ്ടും എക്സാം എഴുതുക, ഈ ഒരു സൈക്കിൾ ഫോളോ ചെയ്യാം. അല്ലാതെ ഒരുപാട് ആളുകളുണ്ട് എക്സാമും എഴുതില്ല, മേ ബി പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യനും ചെയ്യില്ല, പഠിക്കുകയാണെന്നുള്ള പേരും പറഞ്ഞിട്ട് കുറേ ബുക്ക് എടുത്തിട്ട് അങ്ങനെ വായിക്കും, അല്ലെങ്കിൽ വീഡിയോസ് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക്സിൽ നിങ്ങൾ ലാസ്റ്റ് എന്ത് ചെയ്യണം, ഫുൾ ഫോക്കസ്ഡ് ആയിട്ട് എക്സാംസ് എഴുതണം. ഇഫ് യു കൺസിസ്റ്റൻ്റ്ലി മിസ് ക്വസ്റ്റ്യൻസ് ഫ്രം റൊട്ടേഷണൽ മോഷൻ, സ്പെൻഡ് 4 hours റിവൈസിങ് ദ ടോപ്പിക് ആൻഡ് സോൾവിങ് 50 PYQs ഇമീഡിയറ്റ്ലി. ഇപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, റൊട്ടേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, റയോപ്റ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ അത് നിങ്ങൾക്ക് അറിയില്ല, കുറച്ചേ അറിയുള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, കുറച്ച് സമയം നമ്മൾ മാറ്റി വെച്ചിട്ട് നല്ലോണം ക്വസ്റ്റ്യൻസ് ചെയ്യണം. റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് വെച്ചാൽ ഡു നോട്ട് സ്റ്റഡി ടോപ്പിക്സ്, റദർ സ്റ്റഡി ദ സൊല്യൂഷൻസ് ടു ടഫ് PYQs. ടഫായിട്ടുള്ള PYQs ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ സൊല്യൂഷൻ മെത്തേഡ് പ്രോപ്പറായിട്ട് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. അത് ഒരു ലാസ്റ്റത്തെ ഒരു 4 വർഷം ഒക്കെ ഫോക്കസ് ചെയ്താൽ മതി. അതിൻ്റെ പിന്നിലേക്ക് പോകാൻ നമുക്ക് ടൈം ഉണ്ടാവില്ല. ടു അണ്ടർസ്റ്റാൻഡ് കോമൺ NTA ട്രാപ്സ് ആൻഡ് ഷോർട്ട് കട്ട്സ്. അപ്പോൾ NTA ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം കോമ്പറ്റേറ്റീവ് എക്സാംസിൽ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാനല്ല ആക്ച്വലി അവർ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നത്. പകരം എന്തിനു വേണ്ടിയിട്ടാണ്, പകരം അവർ നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ട്രാപ്പുകൾ ഉണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ എൻഷുർ ഓൾ മോക്ക് ടെസ്റ്റ് ആർ ടേക്കൺ ഇൻ ദി എക്സാക്ട് സെയിം ടൈം. ആക്ച്വൽ റിയൽ എക്സാമിനെ പോലെ തന്നെ ഇപ്പോൾ രാവിലെ നമുക്കറിയാം 9 to 12 ആണ് ഫസ്റ്റ് എക്സാമിൻ്റെ സ്ലോട്ട് 2 എന്ന് പറയുന്നത് 2:30 to 5:30 ആണ്. അപ്പോൾ നിങ്ങൾ ആ സ്ലോട്ടിൽ തന്നെ എക്സാം എഴുതി ശീലിക്കാം. ആ സമയമാകുമ്പോൾ നമ്മുടെ ബ്രെയിൻ മാക്സിമം എന്താ പറയുക പവറിൽ വർക്ക് ചെയ്യണം എന്നുള്ളൊരു തോട്ട് ഒരു 2 മാസം കൊണ്ട് ട്രെയിൻ ചെയ്തുണ്ടാക്കി കഴിഞ്ഞാൽ ആക്ച്വൽ എക്സാം ഡേറ്റിന് പോകുമ്പോൾ നമ്മൾ അതേ ഉഷാറോട് കൂടിയിട്ട് നമുക്ക് എക്സാം എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഡ്രോപ്പറുടെ ഒരു എഡ്ജ്, ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്താണ്, ഫോക്കസ് ഓൺ ആക്യുറസി, ടൈം മാനേജ്മെൻറ്റ്. കാരണം നമ്മുടെ ഗോൾ എന്താണ്, ഫെമിലിയർ കോൺസെപ്റ്റുകളെ പ്രിസൈസ് ആൻസറുകളാക്കി മാറ്റണം. +2 പോകുന്ന കുട്ടികളെ പോലെ സ്കൂളിൻ്റെ ലാബിൻ്റെ പ്രഷറുകളൊന്നും തന്നെ ഇല്ല. ക്രിസ്മസ് എക്സാം നമുക്ക് വരാനില്ല. എറർ നോട്ട്ബുക്ക് എന്തായാലും എല്ലാവർക്കും വേണം. നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്കുകളൊക്കെ ഓരോ എക്സാമിലും നിങ്ങൾ വരുത്തിയിട്ടുള്ള മിസ്റ്റേക്കുകൾ നിങ്ങൾ എഴുതി വെക്കുക തന്നെ വേണം. അത് ഓരോ അടുത്ത എക്സാമിന് പോകുമ്പോൾ മറിച്ച് നോക്കുക. ആ മിസ്റ്റേക്സ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് മെൻഷൻ ചെയ്യാനുള്ള ഒറ്റ കാര്യം, XNY ലേണിങ്ങിൻ്റെ JEE Sprint എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ടെസ്റ്റ് സീരീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് വെറും ഒരു ടെസ്റ്റ് സീരീസ് അല്ല, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ആളുകളുണ്ടാവും, വേറെ സെൻറ്റേഴ്സിൽ പഠിക്കുന്നവരുണ്ടാകും. പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്സ് സെലക്ട് ചെയ്തിട്ട് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാം. അഡാപ്റ്റീവായിട്ട് ക്വസ്റ്റ്യൻസിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ കൂടി വരുന്ന പ്രാക്ടീസ് സെഷൻസ് ചെയ്യാം. കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് സ്വന്തമായിട്ട് എക്സാം ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആഴ്ചയിൽ 5 മോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും ആഴ്ചയിൽ 5 മോക്കൊന്നും ഷെഡ്യൂൾ ചെയ്യില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് എത്ര മോക്ക് ടെസ്റ്റ് വേണമെന്നുണ്ടെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ട് എഴുതാൻ സാധിക്കും. ടോട്ടൽ ഒരു 80,000+ ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന വലിയൊരു ക്വസ്റ്റ്യൻ ബാങ്ക് തന്നെയാണ് നമ്മുടെ JEE Sprint എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലുള്ളത്. അതിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പെർഫോമൻസ് റിപ്പോർട്ടുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ടെസ്റ്റ് സീരീസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. 4 പാർട്ട് വൈസ് ടെസ്റ്റുകളും അതുപോലെ 10 ഫുൾ മോഡൽ എക്സാമുകൾ ജനുവരി സെഷന് വേണ്ടി, അത് കഴിഞ്ഞ് അഗെയിൻ 10 ഫുൾ മോഡൽ എക്സാമുകൾ ഏപ്രിൽ സെഷന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഷെഡ്യൂളാണ് ഈ കാണുന്നത്. ഒക്ടോബർ 31 ഫസ്റ്റത്തെ പാർട്ട് എക്സാം വെച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. അത് കഴിഞ്ഞ് ജനുവരി 16 ആകുമ്പോഴത്തേക്കും 14 3 hour എക്സാമുകളാണ് ഈ ടെസ്റ്റ് സീരീസിൻ്റെ പാർട്ടായിട്ടുണ്ടായിരിക്കുക. ആഴ്ചയിൽ 1 എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഒരുപാട് കുട്ടികൾ പങ്കെടുക്കുന്ന ടെസ്റ്റ് ആയിരിക്കും ഇത്. ഇനി കേരളത്തിന് പുറത്തുള്ള സ്റ്റുഡൻസ് അടക്കം ഇതിലുണ്ടായിരിക്കും. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതിൽ നിങ്ങൾക്ക് 3 ദിവസമാണ് എക്സാം കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം. ആ 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആ 3 hour ടെസ്റ്റ് എടുത്തിരിക്കണം. പിന്നെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ല. റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് ആണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇനി ഏപ്രിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫെബ്രുവരി 6 സ്റ്റാർട്ട് ചെയ്യും. മാർച്ച് 27 വരെ 10 ഫുൾ മോഡൽ എക്സാമുകൾ ഈ ഡേറ്റുകളിൽ അവൈലബിൾ ആയിരിക്കും. ആ എക്സാം എഴുതേണ്ട കംപ്ലീറ്റ് ആക്കേണ്ട ക്ലോസിംഗ് ഡേറ്റ് ഇവിടെ കാണാം. റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റും അവൈലബിൾ ആണ്. പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി പാർട്ട് വൈസുള്ള സിലബസ് ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് വൈസ് എക്സാമിൽ ഫിസിക്സിലെ +1 ആദ്യത്തെ ഹാഫ് ടോപ്പിക്സ്, സിമിലർലി കെമിസ്ട്രിയിലും ഹാഫ് ടോപ്പിക്സ് ആണ്. അതുപോലെ മാത്തമാറ്റിക്സിലെ ഹാഫ് ടോപ്പിക്സ് കാണാം. ഇതൊക്കെ പോസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നോക്കാം. രണ്ടാമത്തെ പാർട്ട് ടെസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഫിസിക്സിൽ ഗ്രാവിറ്റേഷൻ മുതൽ ലാസ്റ്റ് +1 ചാപ്റ്റർ വരെ ഉണ്ട്. കെമിസ്ട്രിയിലാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഓർഗാനിക്കും ഹൈഡ്രോ കാർബൺസും ഉണ്ട്. മാത്തമാറ്റിക്സിലാണെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സ് മുതൽ കോണിക് സെക്ഷൻസ് വരെ ഉണ്ട്. തേർഡ് പാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് മുതൽ നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് വരെ ഉണ്ട്.
അതുപോലെ സൊല്യൂഷൻസ് മുതൽ പി ബ്ലോക്ക് വരെ ഇനോർഗാനിക്കും ഫിസിക്കലും വരുന്നുണ്ട്. അതിൽ ഫംഗ്ഷൻസ് മുതൽ നമ്മുടെ ഡിഫറൻഷ്യൽ കാൽക്കുലസ് അടക്കം ഇൻക്ലൂഡ് ചെയ്യുന്ന ഏരിയാസ് ആണ് ഇതിൽ വരിക. ഇനി ലാസ്റ്റ് പാർട്ട് വൈസ് എക്സാമിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ EM വേവ് മുതൽ സെമി കണ്ടക്ടേഴ്സ് വരെ അതിലാണ് വരിക. ആൻഡ് ഓൾസോ കെമിസ്ട്രിയിലാണെന്നുണ്ടെങ്കിൽ ഓർഗാനിക് സെക്കൻഡ് ഇയറിലെ ഏകദേശം ഓർഗാനിക് മുഴുവനായിട്ട് നമുക്ക് ഇതിൽ കാണാം. ആൻഡ് ഓൾസോ ഇൻ്റഗ്രൽ കാൽക്കുലസും പിന്നെ പ്രോബബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ്, വെക്ടേഴ്സ് ആൻഡ് 3D. ഈ രൂപത്തിലാണ് പാർട്ട് വൈസ് എക്സാമുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡേറ്റുകളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ പാർട്ട് വൈസ് എക്സാം ഒക്ടോബർ 31, നവംബർ 7, നവംബർ 14, നവംബർ 21. സോ ഞാൻ പറഞ്ഞ പോലെ ഡിസംബർ മുതൽ പിന്നെ അങ്ങോട്ട് എന്താണ് ഫുൾ മോഡൽ എക്സാമുകളുടെ സമയമാണ്. ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ ഉണ്ടാവേണ്ടത്. ആൻഡ് ഈ ഒരു ടെസ്റ്റ് സീരീസ് ഞാൻ പറഞ്ഞല്ലോ, എക്സാമിൻ്റെ ടെസ്റ്റ് സീരീസ് മാത്രമല്ല ഇതിൽ കിട്ടുക. ഇതിൽ നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ക്വസ്റ്റ്യൻ ബാങ്കിലേക്കുള്ള ആക്സസ് ആണ്. അതിൽ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും എത്ര ടെസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഏത് രൂപത്തിൽ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. വെറും 2000 റുപ്പീസിന് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്താൽ നമ്മുടെ ടീം നിങ്ങളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യും. ആക്സസ് ലിങ്ക് കാര്യങ്ങളൊക്കെ ലോഗിൻ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. സോ ഈ വർഷം JEE എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികളെയും നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ജോയിൻ ചെയ്യാൻ പറയുക. പരസ്പരം കോമ്പീറ്റ് ചെയ്ത് അനലൈസ് ചെയ്യുന്ന സമയത്തും എക്സാം നിങ്ങൾ ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം, ഓരോ ക്വസ്റ്റ്യൻസും അവരെങ്ങനെ ചെയ്തു, എന്ത് മെത്തേഡിലാണ് സോൾവ് ചെയ്തത്, ഇതൊക്കെ പരസ്പരം ഒരു പിയർ ഗ്രൂപ്പ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പിയർ ഗ്രൂപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഈ ഒരു എക്സാമിൽ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ബാച്ച് JEE സ്പ്രിൻറ്റ് യൂസ് ചെയ്ത് വന്ന നല്ല പെർസെൻറ്റേജ് കിട്ടിയ ആളുകളുടെ റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. ഇതുപോലത്തെ റിസൾട്ട് നമ്മൾ ഈ വർഷം എന്ത് ചെയ്യാണ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. XNY ലേണിങ്ങിലെ +2 JEE ബാച്ചിലുള്ള കുട്ടികളും ഈ ഒരു എക്സാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ടെസ്റ്റ് സീരീസിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, സോ വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ ചോദിക്കുക. 3 months പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യാം. നമ്മൾ വിൻ്റർ ആർക്ക് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ നവംബർ ഡിസംബറിൽ നിങ്ങൾ എന്ത് ചെയ്യണം, JEE ക്രാക്ക് ചെയ്യുക എന്നുള്ളൊരു ഗോളോട് കൂടിയിട്ട് വർക്ക് ചെയ്യുക. നിങ്ങളുടെ മാക്സിമം പൊട്ടൻഷ്യലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ആസ് യൂഷ്വൽ ബാക്കി സംശയങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. എല്ലാത്തിനും റിപ്ലൈ തരുന്നതാണ്. ഓൾ ദ ബെസ്റ്റ്.